മനുഷ്യരെ പറ്റിക്കുന്നതിന് ഒരു അതിരൊക്കെ വേണ്ടേ? ഞാൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ്. ഇദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിച്ചു, ഇവിടുത്തെ വോട്ടെണ്ണലും ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ പറയുകയാണ് അദ്ദേഹം റായ്ബറേലിയും മത്സരിക്കാൻ പോകുന്നു. റായ്ബറേലി ഏകദേശം കോൺഗ്രസിൻ്റെ തറവാട്ട് സ്വത്ത് പോലെ സോണിയാഗാന്ധി നിരന്തരം മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത്തവണ അവർക്ക് സുഖമില്ല, അവർ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തുമായിക്കോട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കും, വയനാടിൻ്റെ MP ആയിരിക്കും എന്നൊക്കെ വയനാട്ടുകാർ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് വലിയ റാലിയായിട്ടാണ് ഇദ്ദേഹം നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ പോയത്. ആ റാലിയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ചാൽ അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് BJP മുതലെടുക്കും എന്ന് ഭയന്നിട്ട് മുസ്ലിം ലീഗിൻ്റെയും കൊടിയില്ല, കോൺഗ്രസിൻ്റെ ഇല്ല, കേരള കോൺഗ്രസിൻ്റെ ഇല്ല, ആരുടെയും ഇല്ല, ഒരു കൊടിയും ഇല്ലാതെയാണ് ആൾക്കൂട്ടം വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. അത് പരമദയനീയമായൊരു ചിത്രമായിരുന്നു കേട്ടോ. എന്തുമായിക്കോട്ടെ, ഇവർ വിശ്വസിക്കുന്നത് 2019 രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചല്ലോ, അപ്പോൾ അന്ന് ഇതുപോലത്തെ വലിയ റാലി നടന്നു, അതിൽ മുസ്ലിം ലീഗിൻ്റെ ധാരാളം കൊടിയുണ്ടായിരുന്നു. അതെടുത്തിട്ട് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചിട്ട് നരേന്ദ്രമോദി വോട്ട് വാങ്ങിയെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഈ കൊടി വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായൊരു കാൽക്കുലേഷനാണ്. ആത്മവിശ്വാസമുള്ളവരാണെങ്കിൽ അവനവൻ്റെ കൊടി പിടിച്ച് ധൈര്യമായിട്ട് നടക്കണ്ടേ? നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളാം, ഇത് പാകിസ്ഥാൻ്റെ കൊടിയല്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ, നീ ചുമ്മാ അപവാദം പറയണ്ട എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കണമായിരുന്നു. അതില്ല. മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ പിടിക്കാമോ? അതും ശരിയല്ലല്ലോ. അതുകൊണ്ട് ആരുടെയും കൊടി വേണ്ടാന്ന് തീരുമാനിച്ച ബിരുദന്മാരാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജയിച്ച് കയറി. കഴിഞ്ഞ തവണ 5 ലക്ഷം 6 ലക്ഷം വോട്ടിനൊക്കെ ജയിച്ചതാണ്. ഇത്തവണയും 5, 6, 10 ലക്ഷത്തിനൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചെണ്ടയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഇദ്ദേഹം അമേഠി റായ്ബറേലി 2 നിയോജകമണ്ഡലങ്ങൾ ഇട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അമേഠിയിൽ വാദ്ര, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അങ്ങേര് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങേരെന്തോ വാൾ പോസ്റ്റ് ഒട്ടിക്കുകയോ അതോ ഇതൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. രാഹുൽ തീരുമാനിക്കട്ടെ എവിടെ മത്സരിക്കണം എന്ന്. ഒടുവിൽ രാഹുൽ തീരുമാനിച്ചു, ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അതിനകത്ത് ഒരു ചതിയില്ലേ വാസ്തവത്തിൽ? ഇപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടാണ് ഇന്ന സ്ഥലത്ത് ഞാൻ മത്സരിക്കുന്നു. ഇതങ്ങനെയല്ല. ഇത് ഇവിടെ തിരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലാകും EVM-ലാകുന്നത് വരെ മിണ്ടാതിരുന്നിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് മത്സരിക്കാൻ പോവാണ് എന്ന് പറയുന്നത് ഒരു മര്യാദയല്ല. വയനാട്ടിലെ ജനങ്ങളോട് സത്യാവസ്ഥ പറഞ്ഞത്, ഞാൻ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിക്കാനാണ് ഉദ്ദേശം. അതിനുവേണ്ടി വയനാട് നോമിനേഷൻ പേപ്പർ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലെ വോട്ടർമാർക്ക് ഒരു ഓപ്ഷനുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ ഈ ആശാൻ ചിലപ്പോൾ വയനാട് മണ്ഡലം വിടും, എന്നിട്ട് റായ്ബറേലി ആക്കും. അതിനാണല്ലോ സാധ്യത എപ്പോഴും. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടുകാരനല്ല. റായ്ബറേലിക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ റായ്ബറേലി ഇന്ദിരാഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലി അവരുടെ കുടുംബം എപ്പോഴും ജയിക്കുന്ന, 1-2 തവണ തോറ്റിട്ടുമുണ്ട്, എന്നാലും ബൈ ആൻഡ് ലാർജ് അവർ ജയിക്കുന്ന ഒരു സ്ഥലമാണ് റായ്ബറേലി. അപ്പോൾ അത് നിലനിർത്തിയിട്ട് വയനാട് വിടും എന്ന് വയനാട്ടുകാർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ കളിക്കണ്ട എന്ന് തോന്നി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാതിരിക്കാനും ഒരു ഓപ്ഷൻ അവരുടെ മനസ്സിലുണ്ട്, ഉണ്ടാകുമായിരുന്നു. അത് ഇല്ലാതെയാക്കി രാഹുൽ ഗാന്ധി. ഹി ക്രിയേറ്റഡ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു കണ്ടസ്റ്റ് എനിവെയർ എൽസ്. ഇത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇല്ല. പക്ഷേ എല്ലാവരിലും ഒരു ധാരണയുണ്ടാക്കി, വയനാട് മാത്രമാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നൊരു ധാരണയുണ്ടാക്കി. ആ ധാരണയുണ്ടാക്കി വോട്ടും പിടിച്ചു. എന്നിട്ട് ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു ചതി ചെയ്യുന്നു വയനാട്ടിലെ ജനങ്ങളോട് എന്ന് ഞാൻ പറയാൻ കാര്യം. ഈ ചതി എന്ന് പറഞ്ഞാൽ 2 പേര് എഴുതുന്ന ഒരു കരാർ, അത് ലംഘിക്കുന്നത് മാത്രമൊന്നുമല്ല ചതി എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഏകദേശം ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നൊരു തോന്നലുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ചതി. അതും ചതിയാണ്. അത് നിയമദൃഷ്ട്യാ
തെറ്റൊന്നും ആയിരിക്കില്ല, ചതിയായിരിക്കുന്നില്ല, ചീറ്റിംഗ്, വഞ്ചന എന്ന് പറഞ്ഞ് കേസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ധാർമ്മികമായിട്ട് ഒരു വഞ്ചനയാണ്. രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ എനിക്കും പറയേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഇല്ലാതെ ഇപ്പോഴൊന്നും അല്ല, കാലം കുറേയായി ധാർമ്മികത എന്നുള്ള ഒരു പ്രിൻസിപ്പിളൊന്നും രാഷ്ട്രീയത്തിലില്ല. പക്ഷേ എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ഈ വിദ്വാൻ റായ്ബറേലിയിൽ തോൽക്കുകയും ചരിത്രത്തിൽ ആദ്യമായിട്ട് അമ്മയുടെ പേരും കൂടെ ചീത്തയാക്കി റായ്ബറേലിയിൽ തോൽക്കുകയും പഴയ പോലെ വയനാട് കയ്യിലിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലി ഒരാവശ്യവുമാണ്. കാരണം രാഹുൽ ഗാന്ധി വലിയ ഓൾ ഇന്ത്യ ഇമേജുള്ള ആളാണ്. അതേസമയം ജയിക്കണമെങ്കിൽ തെക്കേ അറ്റത്ത് മൂലയ്ക്ക് വയനാട്ടിൽ വരണം എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അത് സത്യവുമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചു, തോറ്റുപോയി സ്മൃതി ഇറാനിയുടെ അടുത്ത്. ഇത്തവണ അമേഠിയിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ട് തോൽക്കുമെന്ന് ഭയന്നിട്ടാണ് റായ്ബറേലിയിലേക്ക് മാറിയിരിക്കുന്നത്. ഏതായാലും ശരി, തെരഞ്ഞെടുപ്പിൽ അവരവർക്ക് അവരവരുടെയൊക്കെ തന്നും. എന്നാലും ഈ മോറലി രാഹുൽ ഗാന്ധി ഗിൽറ്റിയാണ് എന്ന് ഞാൻ കരുതുന്നു. വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം നീതി പുലർത്തിയില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത് ഇദ്ദേഹത്തിന് തുടക്കത്തിലേ പറയുന്നുകൊണ്ട് എന്താണെന്ന് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ. കരുണാനിധിയൊക്കെ 3 സ്ഥലത്തൊക്കെ മത്സരിച്ചിട്ടൊക്കെയുണ്ട്. അതുകൊണ്ട് തെറ്റെന്താ? കരുണാകരൻ 2 സ്ഥലത്ത് മത്സരിച്ചിരുന്നു, മാളയും നിയമവും ഇങ്ങനെയൊക്കെ മത്സരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞ് ചെയ്യണം. പറയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ചതി അതിനകത്ത് ഉണ്ട്. ഒരു വഞ്ചന, ഒരു കാപട്യം, ഒരു ഒളിച്ചുവെപ്പ്, ഇതൊക്കെ അതിനകത്തുണ്ട്. അത് രാഹുൽ ഗാന്ധി ചെയ്യരുതായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം റായ്ബറേലിയിൽ തോറ്റു, വയനാട്ടിലെ MP ആയിക്കഴിഞ്ഞാൽ പഴയ ഒരു ഇംപ്രഷൻ അവർക്ക് ഉണ്ടാവില്ല വയനാടുകാർക്ക്. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. അമേഠിയിൽ ഇദ്ദേഹം മത്സരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇത്തവണ റായ്ബറേലിയും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ചൊന്നും വയനാടുകാർ വിചാരിക്കുമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത്തവണ അതെന്തോ മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കലിൻ്റെ ഒരു രാഷ്ട്രീയമാണ് വയനാട്ടിൽ നടന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസ് ഒളിച്ചു വെച്ചു, കൂടി ഒളിച്ചു വെച്ചു. ഇങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ മോദി രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് എഗ്രിമെൻ്റാണ് വയനാട്ടിൽ, ആരുമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്, അത് പറ. നിങ്ങൾ ഈ കൊടി കാണിക്കാതെ നിൽക്കുക. മോദി ഈ ചോദ്യം ഉന്നയിച്ച് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം റായ്ബറേലി അനൗൺസ് ചെയ്യുന്നത്. ഈ ചോദ്യത്തെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ റായ്ബറേലി അനൗൺസ് ചെയ്തത്. കാരണം മോദി വയനാട് സ്പെസിഫിക്കായിട്ടാണ് ചോദിച്ചത്. വയനാട്ടിൽ ആരുമായിട്ടാണ് നിങ്ങളുടെ ചങ്ങാത്തം, സൗദ, കോൺട്രാക്റ്റ്, എഗ്രിമെൻറ്റ് ആരുമായിട്ടാണ്, അതൊന്ന് പറയണം എന്ന് മോദി ആവശ്യപ്പെടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ, ഒരു ദിവസം തികഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ ഇദ്ദേഹം റായ്ബറേലിയും കൂടെ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ 2 പ്രമുഖ മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ ഓരോ വാക്കും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നു. മോദിയുടെ ഓരോ വാക്കും രാഹുൽ ഗാന്ധിയെ ഡിഫെൻസീവിലാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. എന്ന് വെച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിലും തോക്കും, വയനാട്ടിലും തോക്കും, മുടിഞ്ഞ് പണ്ടാറടങ്ങും, ഇതൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെതായ ചില കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഈ ഒരു വഞ്ചന വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം ചെയ്യരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ആളാണ്, രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കാത്ത ആളാണ്. പക്ഷേ ഈ രണ്ടും വെച്ചല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ചെയ്തുകൂടാത്തതാണ്. തോൽക്കും എന്നുള്ള ഘട്ടത്തിൽ ചിലരൊക്കെ ഇങ്ങനെ അൺഅനൗൺസ്ഡായിട്ട് രണ്ടാമത്തെ മണ്ഡലത്തിൽ കൊണ്ടുപോയി പത്രിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വയനാട്ടിൽ പോളിംഗ് കഴിഞ്ഞുള്ള ഗ്രൗണ്ട് ലെവൽ ഇൻഫർമേഷൻ രാഹുൽ ഗാന്ധി തോക്കും എന്നാണ് കോൺഗ്രസ്സുകാരും പറയുന്നു. നമ്മളിത്തവണ ജയിക്കില്ല കേട്ടോ, മറ്റേ സംഗതി ഏറ്റിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ പരിഭ്രമിച്ച് ഓടിപ്പോയിട്ട് അടുത്ത ഉറപ്പുള്ള ഒരു സ്ഥലത്തും കൂടെ നോമിനേഷൻ കൊടുക്കാറുണ്ട്, കൊടുത്ത ചരിത്രമൊക്കെയുണ്ട്. ഇനി അങ്ങനെ വല്ല പരിഭ്രമവും തട്ടിയിട്ടാണോ രാഹുൽ ഗാന്ധി ഇത് ചെയ്തത്, അതും അറിയില്ല. പരിഭ്രമം തട്ടാനായിട്ടൊന്നും പ്രത്യേകിച്ച് വയനാട്ടിൽ ഉണ്ടായിട്ടുമില്ല.
വയനാട്ടിലെ ഇത്തവണത്തെ ഇലക്ഷൻ അൺഇവൻഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. എക്സെപ്റ്റ് സുരേന്ദ്രൻ്റെ ഗണപതി വട്ടമാക്കണം എന്നുള്ള ഒരാവശ്യം കുറച്ചൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അന്യഥാ ശാന്തമായ പോളിംഗ് നടന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടെ രാഹുൽ ഗാന്ധി തോൽക്കും എന്നുള്ള ഫീഡ്ബാക്ക് ഒരു മീഡിയയിലും വന്നതായിട്ട് ഞാൻ കാണുന്നുമില്ല. അപ്പോൾ പിന്നെ തോൽവി സംഭവിച്ചാലോ എന്നുള്ള പരിഭ്രാന്തി കൊണ്ടാണ് റായ്ബറേലിയിൽ പോയത് എന്ന് പറയുന്ന വിശദീകരണം നിലനിൽക്കില്ല. എന്തുമായിക്കോട്ടെ, ആകത്തുകയായിട്ട് സംഭവിച്ചത് വയനാട്ടിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ, അവർ ഇളിഭ്യരായി എന്നുള്ളതാണ് സത്യം. താങ്ക് യു.